ആരൊക്കെയായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ പോകുന്നത്? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ എന്താണ് മാനദണ്ഡമായി നിശ്ചയിക്കാൻ പോകുന്നത്? എംപിമാർ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉണ്ടാകുമോ? സിറ്റിംഗ് എംപിമാർ എന്ന് തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ആലോചനകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹിയിലെത്തി ഈ ചർച്ചകളുടെ ഭാഗമായത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി തുടരും. അദ്ദേഹം പേരാവൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല മത്സര രംഗത്തുള്ളപ്പോഴും ഈ ഏകോപനത്തിൽ തനിക്ക് ഒരു ബുദ്ധിമുട്ടും നേരിടില്ല എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചതുകൊണ്ട് അദ്ദേഹത്തെ തൽക്കാലം മാറ്റാൻ ഇടയില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നു. നേരത്തെ വിനീത വിജി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ നമുക്ക് നൽകി. നമ്മളോടൊപ്പം അലക്സ് റാം മുഹമ്മദ് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അലക്സ്, ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വന്നു. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല നിയമസഭയിലേക്ക്. കാരണം അദ്ദേഹം ഈ MLA ആകണം എന്ന് ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം MP ആയി തുടരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പാർട്ടിയാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സിറ്റിംഗ് MPമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടോ അലക്സ്? എന്തായിരിക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഇത്തവണ മാനദണ്ഡമായി ഉയർത്തുക? മാത്രമല്ല ഈ സിറ്റിംഗ് MPമാരെ ഈ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിനകത്ത് ഒരു അഭിപ്രായ ഏകീകരണം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അലക്സ്? എല്ലാ ഘടകങ്ങൾക്കും അപ്പുറം വിന്നബിലിറ്റി, അതായത് ജയസാധ്യതയാണ് കോൺഗ്രസ് ഇത്തവണ മാനദണ്ഡമായി കാണുന്നത്. മറ്റു ഘടകങ്ങൾ പരിഗണിക്കില്ല എന്നല്ല, മറ്റു സാമുദായിക ഘടകങ്ങൾ, രാഷ്ട്രീയ ഘടകങ്ങളെല്ലാം പരിഗണിക്കും. അതിനപ്പുറം വിന്നബിലിറ്റി, ജയസാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. GK, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇതിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ ഈ മാസം അവസാന വാരത്തോടുകൂടി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിൽ സിറ്റിംഗ് MLAമാർ തുടരും, 20 സിറ്റിംഗ് MLAമാർ തുടരാനാണ് സാധ്യത. അതിൽ സംശയമുള്ളത് പെരുമ്പാവൂരും ഒപ്പം സുൽത്താൻ ബത്തേരിയിലുമാണ്. ആ 2 MLAമാർക്കെതിരെ ചില വിവാദങ്ങളും കേസുകളും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ആ മണ്ഡലങ്ങൾ അവർക്ക് നൽകണോ എന്നുള്ള കാര്യം നേരത്തെ കോൺഗ്രസ് ആലോചിച്ചിരുന്നു. പക്ഷേ നിലവിൽ അവർക്ക് നൽകട്ടെ എന്ന ആലോചനയിലാണ് നിലവിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ അവസാന നിമിഷം അത് മാറാം. പക്ഷേ ബാക്കി സിറ്റിംഗ് MLAമാരും തുടരാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തർക്കമില്ലാത്ത സീറ്റുകളിലും സംവരണ സീറ്റുകളിലും കൂടി സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഒരുക്കുന്നത്. തർക്കമില്ലാത്ത സീറ്റുകൾ എന്നാൽ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ട്. തൃത്താലയിൽ VT ബൽറാം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ട്. മണലൂരിലാട്ടെ TN പ്രതാപൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള സീറ്റുകൾ, തർക്കമില്ലാത്ത സീറ്റുകൾ കൂടി ഇതിനൊപ്പം പ്രഖ്യാപിക്കാനാണ് ഒരുങ്ങുന്നത്. ഇനി പ്രധാനപ്പെട്ട കാര്യം സിറ്റിംഗ് MPമാർ മത്സരിക്കുമോ എന്നുള്ളതാണ്. നേരത്തെ ചേർന്ന KPCCയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച ഉയർന്നിരുന്നു. അതിൽ സിറ്റിംഗ് MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന പൊതുവികാരമാണ് ആ യോഗത്തിൽ ഉയർന്നത്. അതായത് കേരളത്തിലെ KPCCയുടെ പ്രധാനപ്പെട്ട വികാരം സിറ്റിംഗ് MPമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചു, വിന്നബിലിറ്റി, ജയസാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ചില MPമാരെങ്കിലും മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ശരി അലക്സ്, ഏതായാലും ചില സീറ്റുകളിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ K മുരളീധരൻ പോലെയുള്ള ആളുകൾ ഉദാഹരണമായി. അതേസമയം തന്നെ സിറ്റിംഗ് MPമാർ മത്സരരംഗത്ത് ഉണ്ടാകണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. നേരത്തെ അലക്സ് സൂചിപ്പിച്ചതുപോലെ വിന്നബിലിറ്റി, അവരുടെ വിജയസാധ്യതയായിരിക്കും പ്രധാനമായിട്ട് മാനദണ്ഡമായി നിശ്ചയിക്കും. അങ്ങനെയാണെങ്കിൽ ചില MPമാർക്ക് ഇത്തവണ മത്സരിക്കേണ്ടി വരും. ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അതിന്റെ ആദ്യ രൂപത്തിൽ 50 സ്ഥാനാർത്ഥികളായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ള വിവരമാണ് വിനീത വിജി നേരത്തെ ഡൽഹിയിൽ നിന്ന് നൽകിയത്. ഇവിടെ അലക്സ് പറയുന്നത് ഇതിൽ വിന്നബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി കോൺഗ്രസ് കാണുന്നു. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MPമാരുടെ കാര്യത്തിൽ അതുകൂടി കണക്കിലെടുത്തായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.